സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യാവേളയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിമിഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എന്റെ സാക്ഷികളാകുവീനെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ ആ വാക്കുകളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് വചനദീപ്തി സാക്ഷി കൂടാരം അനേക സാക്ഷ്യങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു വലിയ ചാനൽ ഒന്നുമല്ല എങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഒറ്റ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം, അവരുടെ ഹൃദയത്തിന് ഒരു ആശ്വാസം ലഭിക്കുന്നെങ്കിൽ ആയിത്തീരട്ടെ എന്ന് ചിന്തിച്ചാണ് ഇത് ഇപ്രകാരം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലത്തിങ്കിൽ നിങ്ങൾ ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കും മുൻപായി നമ്മൾ ഇന്ന് ക്ഷണിക്കപ്പെട്ട കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ലതും വിലയേറിയതുമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമം ഞങ്ങൾ ജയമെടുക്കുവാൻ ഇടയാക്കണമേ. കർത്താവെ, അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം അനുഗ്രഹമാക്കണം. ഒരു തടസ്സവും ഉണ്ടാകല്ലേ, യാതൊരു പ്രതികൂലങ്ങളും ഉണ്ടാകരുത്. കർത്താവെ, അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി അങ്ങയുടെ അഭിഷിക്തയെ അവിടുന്ന് ഉപയോഗിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നവരിൽ കൂടി ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മഹനീയമായ വേലകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന വൻകൃപകൾക്കായിട്ട് സ്തോത്രം. കർത്തദാസിയിൽ നിന്ന് കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല ആലോചനകള്, നല്ല സാക്ഷ്യങ്ങളെ കർത്താവെ കേൾപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അവരെ കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ, യൂട്യൂബിലൂടെയും മറ്റേ ഇതര മീഡിയകളിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുവാൻ ആമേൻ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ നടുവിലേക്ക് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് കർത്താവിന്റെ ദാസി ജൂലി പ്രിൻസ് നമ്മോടൊത്ത് കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിഭിന്നങ്ങളായ നിലയിൽ കർത്തദാസിയെ കരങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രേഷ്ഠമേറിയ പദവികൾ കർത്താവ് തന്റെ ദാസിക്ക് കൊടുത്തിട്ടുണ്ട്. കർത്തദാസി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് വളരെ നമുക്ക് സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ആകയാൽ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്നാല് കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, ഏത് ചർച്ചിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനദീപ്തി സാക്ഷി കൂടാരത്തിലൂടെ ആമേ സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ സാക്ഷ്യം പറയുവാൻ കർത്താവ് എനിക്ക് മുഖാന്തരമാക്കിയ ബീന തോമസ് ആന്റിക്കായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് ആയിരിക്കുന്നത്. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്. ബാംഗ്ലൂരിൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് 2 മക്കളെ ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിലായിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഫെയ്ത്ത് സിറ്റി AG ചർച്ച് ഗദ്രഹള്ളി ബാംഗ്ലൂരിൽ, അവിടെയാണ് ആരാധനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട് കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയതില്. തന്റെ ദാസിയുടെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപായി തന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകളെ ഓർത്തെടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്റെ ബാല്യകാല സ്മരണകളെ ഒന്ന് പറഞ്ഞിട്ട് തന്നെ എപ്രകാരമാണ് ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായത്, ആമേൻ, തന്റെ ദാസിക്ക് തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ആമേൻ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന നിലയിൽ കർത്താവിന്റെ ദാസിയെ കർത്താവ് ഉപയോഗിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് സാക്ഷിക്കാനുള്ള അവസരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ സന്തോഷമുണ്ട് ഈ രാത്രിയിൽ പ്രകാരം ഒരു അവസരം ആമേൻ വിനിയോഗിക്കുവാൻ ദൈവം എന്നെ ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പേര് ഞാൻ പറഞ്ഞുവല്ലോ, ജൂലി പ്രിൻസ്. ഞാനൊരു കുടുംബസ്ഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 2 മക്കളുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആമേൻ, സ്തോത്രം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് MDന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കള് 2 പേരും, ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാളിപ്പോൾ അനസ്തേഷ്യ ഗ്രാജുവേഷൻ ഈ മാസമാണ് കഴിഞ്ഞ് പുറത്തു വന്നത്.
ആമേ സ്തോത്രം. ഇതാണ് എൻ്റെ കുടുംബം. ഞാൻ കർത്താവ് തന്നിരിക്കുന്ന ചെറിയ ശുശ്രൂഷകൾ ചെയ്ത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കുന്ന ദേശത്തായിരിക്കുന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുന്ന നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ആമേ സ്തോത്രം. ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കർത്താവ് എവിടം വരെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അപ്രകാരമായിരിക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ്. നിങ്ങളുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അല്പനിമിഷം നിങ്ങളുമൊത്ത് എൻ്റെ അസാക്ഷ്യം പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എന്നാൽ എല്ലാ ജീവിത അനുഭവങ്ങളും ഷെയർ ചെയ്യുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ സമയത്തിൽ അത് പറ്റുകയില്ല. എങ്കിലും ആമേൻ ഒക്കുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ജനനം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒരു യാക്കോബയ കുടുംബത്തിലായിരുന്നു. സ്തോത്രം. എന്നാൽ ഞാൻ വളർന്നത് ഒരു മർത്തോമ കുടുംബ പാരമ്പര്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പിതാവ് ഒരു യാക്കോബക്കാരനായിരുന്നു, എൻ്റെ മാതാവ് ഒരു മർത്തോമക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആമേൻ സ്തോത്രം ഒരു യാക്കോബക്കാരിയായി ഞാൻ ജനിച്ചു എങ്കിലും വളർത്തപ്പെട്ടത് ഒരു മർത്തോമക്കാരിയായിട്ടാണ്. എൻ്റെ പപ്പയുടെ നാട് ആമേൻ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ എന്ന് പറയുന്ന ദേശമാണ്. എൻ്റെ മമ്മിയുടെ നാട് കൈപ്പട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ മമ്മിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മർത്തോമ പള്ളിയിലായിരുന്നു ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. മർത്തോമ വിശ്വാസത്തിലാണ് ഞങ്ങൾ വളർത്തപ്പെട്ടത്. ആമേൻ സ്തോത്രം. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 3 പെൺമക്കളായിരുന്നു. അതിൽ മൂത്തതാണ് ഞാൻ. എനിക്ക് പിറകിൽ അല്ലെങ്കിൽ എനിക്ക് താഴെ ആമേൻ 2 സഹോദരിമാർ കൂടിയാണ് ഉണ്ടായിരുന്നത്. ആമേൻ വളരെ സന്തോഷകരമായ അനുഗ്രഹപൂർണമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. സ്തോത്രം. ഒട്ടും തന്നെ ഭാരമായ പ്രയാസമായ അല്ലെങ്കിൽ ആമേൻ അലച്ചൽ നിറഞ്ഞ ഒരു അനുഭവമൊന്നും അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല എന്നുള്ളത് സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ ഓർക്കുകയാണ്. ആഹാരത്തിനായിട്ടോ വസ്ത്രത്തിനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടോ ആമീൻ ആരെയും ആശ്രയിക്കേണ്ടി ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ആമീൻ എനിക്ക് 6 വയസ്സുള്ളപ്പോൾ തുടങ്ങി എൻ്റെ പപ്പ ഗൾഫിലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ മറ്റ് അല്ലലുകൾ ഒന്നും അധികമായി അനുഭവിക്കാൻ ഇടയായി തീർന്നില്ല. അങ്ങനെ വളരെ സന്തോഷമായി മുൻപോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ മമ്മിയുടെ ഒരു കസിൻ പെന്തിക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. എൻ്റെ പപ്പ അവധിക്ക് നാട്ടിൽ കടന്നു വന്നിരുന്ന ഒരു ദിവസം ആമീൻ സ്തോത്രം ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭമാണ്. ആമേൻ. എൻ്റെ മമ്മിയുടെ വിശ്വാസിയായ ആ കസിൻ സിസ്റ്റർ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകേണ്ടതിന് ആരും കൂട്ടില്ലായകയാൽ ആമേൻ സ്തോത്രം എന്നെ കൂടി കൂട്ടിന് വിളിക്കുക. ആമേൻ. രാത്രി കൂട്ടായ്മയായതിനാൽ ആൻറ്റി തനിയെ ഉള്ളതിനാലാണ് എന്നെ വിളിക്കുന്നത്. എന്നെയും കൂടി കൂട്ടിന് വിളിക്കുമ്പോൾ മനസ്സോടെ എൻ്റെ പപ്പ അതിന് അനുവാദം തരികയാണ്. എൻ്റെ പപ്പ ആ സമയത്ത് അവധിക്ക് നാട്ടിൽ വന്നിരിക്കുന്ന സമയമാണ്. എൻ്റെ പപ്പ അനുവാദം തരികയും ഞാൻ ആ ആൻറ്റിയുടെ കൂടെ മീറ്റിങ്ങിനായിട്ട് കടന്നു പോവുകയും ചെയ്യുകയാണ്. ആമീൻ. ആ രാത്രിയിലെ മീറ്റിംഗ് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം ജീവിതത്തിൽ അന്നയോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മസന്തോഷം ആ ആരാധനയിൽ എനിക്ക് ലഭിക്കാനിടയായിത്തീർന്നു. ഇന്നത്തെ പോലെ അല്ല പ്രിയരെ. അന്ന് ഒരു പെന്തിക്കോസ്ത് കൂട്ടായ്മയിലേക്ക് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു വ്യക്തി കടന്നു ചെന്നു കഴിഞ്ഞാൽ ആമേൻ അവരുടെ പ്രോത്സാഹനവും അവരുടെ സന്തോഷവും അവരുടെ ആ സ്നേഹമായ അടുപ്പിക്കലും ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ അതിലേക്ക് ആകർഷിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വല്ലാണ്ട് സന്തോഷം ഉളവാക്കുവാൻ ഇടയായി തീർന്നു. പക്ഷേ ആ സന്തോഷമെല്ലാം കെടുത്തത്തക്ക രീതിയിൽ ഒരു അനുഭവമാണ് പിന്നീട് എനിക്കുണ്ടാകുന്നത്. ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആമീൻ 9:30 അല്ലെങ്കിൽ 9:30 കഴിഞ്ഞു രാത്രിയിൽ. ആമീൻ. ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രിയ ആൻറ്റിയുടെ വീട്ടിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ കയറിയപ്പോൾ ആൻറ്റിയുടെ മാതാവ് പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ആമീൻ വളരെ സന്തോഷമായിട്ടാണ് ആൻറ്റി എന്നെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവിടുന്നത്. അപ്പം സ്തോത്രം ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ പപ്പ അന്ന് അവധിക്കുള്ളത് കൊണ്ടും പെന്തിക്കോസ്ത് ആരാധന പപ്പായ്ക്ക് ഇഷ്ടമല്ലാഞ്ഞത് കൊണ്ടും ഈ ആമി സ്തോത്രം ദേഷ്യമൊക്കെയും അപ്പോൾ എന്നോട് തീർക്കുവാൻ ഇടയായി തീർന്നു. ആമി സ്തോത്രം ഇനി മേലാൽ ഒരു പെന്തിക്കോസ്ത് കൂട്ടായ്മയ്ക്ക് നീ പോകരുത് എന്നുള്ള ഒരു വിലക്ക് അവിടെ എനിക്ക് വീഴുവാൻ ഇടയായി തീർന്നു. മമ്മിയോട് പറഞ്ഞു, ഇനി മേലാൽ കൊച്ചിനെ ഒരു പെന്തിക്കോസ്ത് മീറ്റിങ്ങിന് ആമീൻ അയച്ചേക്കരുത് എന്ന് താക്കീത് കൊടുത്തു. ആമീൻ. ആ സന്തോഷം പ്രാപിച്ച അല്ലെങ്കിൽ ആ ഒരു ആമി സ്തോത്രം ആത്മനിർവൃതി പ്രാപിച്ച ആ അനുഭവം മൊത്തം കെട്ടുപോകുന്നത് പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ എനിക്ക് ലഭിച്ചത്. ആമി വല്ലപ്പോഴും അവധിക്ക് വരുമ്പോൾ ഞങ്ങളെ അധികം ശകാരിക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത പപ്പ പപ്പ അവധിക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളുടെ ഭവനം സ്വർഗമാണെന്ന്. കാരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിത്തരും. കാരണം 2 മാസത്തെ അവധിക്കാണ് വരുന്നത്. ഈ 2 മാസത്തെ അവധിക്ക് വരുമ്പോൾ ഞങ്ങളെ ശിക്ഷിക്കാനോ ഞങ്ങളെ വഴക്ക് പറയാനോ ഞങ്ങളെ അടിക്കാനോ ഒന്നും ഞങ്ങളുടെ പപ്പ നിൽക്കാറില്ല. ഞങ്ങളെ
സ്നേഹം കൊണ്ട് പൊതിയും. ഞങ്ങൾ 3 പെൺമക്കളാണ്. പപ്പായ്ക്ക് ആൺമക്കളോട് ഭയങ്കര സ്നേഹമാകിയാൽ ഞങ്ങളെ 3 പേരെയും മോനെ മോനെ എന്നായിരുന്നു പപ്പ വിളിക്കാറുള്ളത്. അത്ര സന്തോഷവും സ്നേഹവും നിറഞ്ഞൊരു പിതാവായിരുന്നു ഞങ്ങൾക്കുള്ളത്. ആ പിതാവിൽ നിന്നും ഈ വഴക്കൊക്കെയും കേട്ടപ്പോൾ, എൻ്റെ മമ്മി വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിപ്പാൻ ഇടയായി തീർന്നു. ഒപ്പം ഇനിയും ഒരു കൂട്ടായ്മയ്ക്ക് എനിക്ക് പോകുവാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ആകുലതയും ആ ഒരു ചിന്തയും ആ ഒരു ഭാരവും ഒക്കെ എന്നെ വല്ലാണ്ട് അലട്ടുവാൻ ഇടയായി തീർന്നു. എൻ്റെ ആ ചെറിയ മനസ്സിന് അത് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായി മാറി. സ്തോത്രം. ഒത്തിരി അന്ന് വിഷമം, ഒത്തിരി ഒന്ന് കരഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പതുപോലെ ആഹാരമൊക്കെയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഉറങ്ങുവാനായിട്ട് ഞങ്ങളുടെ റൂമുകളിൽ പോയി കിടന്നു. എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങുവാനായിട്ട് പോയി കിടന്നു. സ്തോത്രം. ആ ചെറുപ്രായത്തിൽ അന്ന് വളരെ സ്തോത്രം മനസ്സ് വേദനിച്ചാണ് ഞാൻ ആ കിടക്കയിലേക്ക് കിടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല. 1, പപ്പ വഴക്ക് പറഞ്ഞു. 2, ഇനിയും ഒരു മീറ്റിംഗിന് എനിക്ക് പോകുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ 2 വിഷയങ്ങളാൽ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. സ്തോത്രം. എൻ്റെ കൊച്ചു ഹൃദയം, ആ കൊച്ചു മനസ്സ് വളരെ വേദനിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ അർദ്ധരാത്രിയുടെ യാമമായപ്പോൾ സ്തോത്രം, എത്ര മണിയൊന്നും എനിക്കറിയില്ല പ്രിയരെ. സ്തോത്രം. അർദ്ധരാത്രിയുടെ യാമത്തിൽ എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ റൂമിലേക്ക് ഇറങ്ങി വരികയാണ് ഉറക്കത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കിടക്കുന്ന റൂം പ്രകാശത്താൽ നിറയപ്പെടുകയാണ്. അന്ന് എൻ്റെ ആഴമോ അർത്ഥമോ ആത്മീകമായ സ്തോത്രം ആഴമോ ഒന്നും ഗ്രഹിപ്പാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് തിരിച്ചറിയുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നാണ് അതേക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും മറ്റുള്ളവർ പറഞ്ഞു തന്നൊക്കെ ആ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് അതൊന്നും അറിയില്ല. എനിക്ക് ഇത്ര മാത്രമേ അറിയുള്ളൂ, എൻ്റെ റൂം നിറയെ പ്രകാശം. ഹല്ലേലൂയ. ലൈറ്റ് എല്ലാം ഓഫാണ്. എല്ലാവരും ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. ഞാനും ഉറങ്ങുവാൻ പോയി കിടന്നതാണ്. ഉറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഉറക്കത്തിൽ ഞാൻ കാണുന്നത് ഞാനായിരുന്ന റൂം മുഴുവനും പ്രകാശത്താൽ നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല ആ മുറിയുടെ ഒരു മൂലയിലായിട്ട് ഞാൻ കാണുകയാണ് എൻ്റെ പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തുവിനെ. എൻ്റെ ഉറക്കത്തിലാണെന്ന് ഓർത്തോണം. ഒരു കൂട്ടായ്മയുടെ മധ്യയല്ല, ഒരു പാസ്റ്റർ തലയിൽ കൊണ്ട് കൈവച്ചിട്ടല്ല ഞാൻ കാണുന്നത്. മർത്തോമക്കാരിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ റൂമിൽ സ്തോത്രം ഞാൻ കാണുന്ന ഒരു ദർശനമാ. എൻ്റെ റൂം മുഴുവനും പ്രകാശപൂരിതമായി നിൽക്കുമ്പോൾ ആ റൂമിന്റെ ഒരു മൂലയിൽ എൻ്റെ പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ കിടന്നിരുന്ന റൂം മുഴുവനും സ്തോത്രം പ്രകാശമാണ്. ആ മുറിയുടെ ഒരു മൂലയിൽ എൻ്റെ കർത്താവായ യേശുപ്പച്ചൻ നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് യേശുപ്പച്ചൻ സംസാരിക്കുകയാ. ഈ ദർശനം കണ്ട ഞാൻ ആ ഉറക്കത്തിൽ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വായ് തുറന്ന ശബ്ദത്തിൽ ആശ്ചര്യമായി സ്തോത്രം പാടുകയാ. മൽപ്രിയനെ, യേശു നായകനെ. സ്തോത്രം. എപ്പോൾ വരും? പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ ഉണർത്തുന്ന ആ ഗാനം അറിയാതെ എൻ്റെ വായിൽ നിന്നും കടന്നു വരികയാ. ഉറക്കം ഞാൻ പാടുകയാ. പിന്നെയും ഞാൻ പാടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് ഒരിക്കൽ പോലും അന്യഭാഷ പറഞ്ഞിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ആത്മാവിൽ ആരാധിച്ചിട്ടില്ലാത്ത ഞാൻ ആ കിടക്കയിൽ കിടന്ന് അന്യഭാഷയുടെ ദൈവത്തെ ആരാധിക്കുക. ഇത് ദർശനത്തിൽ നടക്കുന്ന സംഭവമല്ല, അക്ഷരികമായി സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ മാത്രം സ്തോത്രം സ്തോത്രം ആ ഉറക്കത്തിൽ അത് ചെയ്യുന്നു എങ്കിലും എൻ്റെ ചുറ്റുമുള്ളവരെ, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ അമ്മച്ചി, എൻ്റെ സഹോദരങ്ങളൊക്കെയും ഇത് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പപ്പായും മമ്മിയും ഉണർന്നു. എൻ്റെ അമ്മച്ചി ഉണർന്നു. എൻ്റെ സഹോദരിമാർ ഉണർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത ഈ അനുഭവം എന്തേ എന്നറിയാതെ അവർ ഇങ്ങനെ ഹല്ലേലൂയ അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പപ്പ പെട്ടെന്ന് തന്നെ ഭയന്ന് ലൈറ്റ് ഇടുവാനൊക്കെയും തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. മമ്മി അതിന് സമ്മതിച്ചില്ല. കുറെ നേരം അന്യഭാഷ പറഞ്ഞ ശേഷം ഞാൻ അവിടെ ശാന്തമാവുകയാ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ ഞാൻ അപ്പോഴും ഉറക്കത്തിൽ തന്നെയായിരുന്നു ശാന്തമായപ്പോഴും. ഉടനെ എൻ്റെ മമ്മി അവിടെ ലൈറ്റ് ഇടുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഉണരുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മമ്മിയോട് ചോദിക്കുക, മമ്മി എന്തിനാ ഇപ്പോൾ ഈ ലൈറ്റ് ഇട്ടത്? സ്തോത്രം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ മമ്മി തിരിച്ചെന്നോട് ചോദിക്കുക, എന്താ മോളെ, എന്താണ് നിനക്ക് സംഭവിച്ചത്? ഹല്ലേലൂയ. നീ എന്താണ് ഇവിടെ ചെയ്തത്? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മമ്മിയോട് പറയുക, സ്തോത്രം, എൻ്റെ യേശുപ്പച്ചൻ ഇവിടെ ഇറങ്ങി വന്നല്ലോ, ഇവിടെ മൊത്തം പ്രകാശമായിരുന്നുവല്ലോ. സ്തോത്രം. എന്നോട് എൻ്റെ യേശുപ്പച്ചൻ സംസാരിച്ചുവല്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ മമ്മിയോട് പറയുകയാണ്. സ്തോത്രം. എൻ്റെ മമ്മി അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ മക്കള് യേശുപ്പച്ചനെ കണ്ടോ? യേശുപ്പച്ചൻ എൻ്റെ മോളോട് സംസാരിച്ചോ? അപ്പോൾ മമ്മി ഒരു മർത്തോമക്കാരി ആയതുകൊണ്ട്
കുറച്ച് ദർശനമൊക്കെ ഉണ്ട് കേട്ടോ. മമ്മിയുടെ വല്യപ്പച്ചനും ഒരു ഉപദേശിയായിരുന്നു. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു ആത്മീയ നിലവാരവും ഒക്കെയും എന്റെ മമ്മിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ എന്റെ മമ്മിക്ക് അറിയാം. എന്നാൽ പെന്തിക്കോസ്തുകാരുടെ മാത്രം കുത്തക അവകാശമായിരുന്ന ഈ ഒരു അനുഭവം സ്തോത്രം എന്തുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ വന്നു എന്നറിയാതെ എന്റെ മമ്മിയും അല്പനിമിഷം പരിഭ്രാന്തിയായി. സ്തോത്രം ഹല്ലേലൂയ. എന്റെ മമ്മി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ്. എന്റെ യേശുപ്പച്ചൻ എന്റെ റൂമിൽ വന്നു, ഞാൻ എന്റെ യേശുപ്പച്ചനോട് സംസാരിച്ചു, ഇവിടെ മൊത്തം പ്രകാശമായിരുന്നു എന്നൊക്കെ ഞാൻ എന്റെ മമ്മിയോട് പറയുക. അപ്പോൾ മമ്മി ലൈറ്റ് ഇട്ടത് കൊണ്ട് എന്റെ യേശുപ്പച്ചൻ ഇവിടെ നിന്നും പോയില്ലേ, ഈ പ്രകാശമെല്ലാം മാറിയില്ലേ എന്നൊക്കെ ഞാൻ എന്റെ മമ്മിയോട് പറയുക. അപ്പോൾ എന്റെ മമ്മി എന്നോട് പറയുക, എന്റെ മോൾ എന്റെ യേശുപ്പച്ചനെ കണ്ടോ, നിന്നോട് യേശുപ്പച്ചൻ സംസാരിച്ചോ? അങ്ങനെയാണ് എങ്കിൽ ആ ജീവനാന്തം നിന്റെ മരണം വരെയും യേശുപ്പച്ചൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും, നിന്നെ വിട്ട് എവിടെയും പോകുകയില്ല എന്ന. സ്തോത്രം ഹല്ലേലൂയ. ചെറുപ്രായത്തിൽ സ്തോത്രം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ആഴം ഗ്രഹിക്കുവാനോ സ്തോത്രം അതിന്റെ ആ ഒരു ആത്മീയ അർത്ഥം മനസ്സിലാക്കുവാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. എന്റെ മമ്മിയും അത് മനസ്സിലാക്കിയാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. സ്തോത്രം. എന്നാൽ എന്റെ മമ്മി അറിഞ്ഞ സത്യത്തിൽ നിന്നുകൊണ്ട് സ്തോത്രം ആ ചെറിയ അറിവില് എന്നോട് പറഞ്ഞു തന്ന ഉത്തരം ഹല്ലേലൂയ സ്തോത്രം എനിക്കൊരു ബലമായിരുന്നു, എനിക്കൊരു ആശ്വാസമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെയും കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും അന്യഭാഷ അവിടെ നിന്നു. സ്തോത്രം. ആത്മീയ ദർശനം അവിടെ നിന്നു, ആ കാഴ്ചപ്പാടൊക്കെയും അവിടെ നിന്നു. ഞാൻ എന്റെ പഴയ ലോകത്തിലേക്ക് വീണ്ടും ഇറങ്ങി. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഒന്ന് ഗൈഡ് ചെയ്യുവാനോ അല്ലെ മുൻപോട്ടൊന്ന് തള്ളിക്കൊണ്ടു പോകുവാനോ ഒരു ഉപദേശം തരുവാനോ ഒന്നും തന്നെ നമുക്ക് ആരുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അത്. പക്ഷേ വലിയവനായ ദൈവം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. പ്രിയരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായും പറയട്ടെ, ദൈവം നമ്മെ ആരെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ ആരെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം വിഷയങ്ങൾ അതിന് പിന്നാലെ കടന്നു വന്നെന്നാലും സ്തോത്രം നിന്നെ കൊണ്ടല്ലാതെ മറ്റൊരാളെ അത് ഏൽപ്പിക്കുകയോ മറ്റൊരാളെ കൊണ്ട് അത് ചെയ്യിക്കുകയോ ചെയ്യുകയില്ല. നീ തന്നെ അത് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് ദ ലോർഡ്. അതുവരെയും എന്റെ അപ്പച്ചൻ നിന്നെ പിന്തുടരും. സ്തോത്രം. ആ വാഗ്ദത്തം നിവർത്തീകരണം പ്രാപിക്കും വരെയും ഒരു തള്ളക്കോഴി എങ്ങനെയാണോ ആ കോഴിമുട്ടകൾക്കും മേൽ പൊരുന്നയിരുന്ന് ആ കുഞ്ഞുങ്ങൾ പുറത്തു വരും വരെയും അതിനെ സൂക്ഷിക്കുന്നത്, അപ്രകാരം നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തം നിവർത്തിയാകും വരെയും പരിശുദ്ധാത്മാവ് അതിന്മേൽ പൊരുന്നേയിരിക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ ഒരു ജീവിതാനുഭവത്തില് അയ്യോ എനിക്ക് കൈത്താങ്ങല് തരുവാൻ, അയ്യോ എന്നെ മുൻപോട്ട് തള്ളിവിടുവാൻ, അയ്യോ എന്നെ ഒന്ന് രക്ഷിച്ച് ഇവിടെ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ആരും ഇല്ലല്ലോ എന്നോർത്ത് വ്യാകുലപ്പെട്ടു പോകേണ്ട. കാരണം സ്തോത്രം നിന്റെ മേൽ വീണിരിക്കുന്ന വാഗ്ദത്തം അത് വിലയുള്ളതാണ്. സ്തോത്രം ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുവാനുള്ളതാ. നിന്റെ പേരിൽ മറ്റൊരാൾ അവിടെ കയറിപ്പറ്റുവാൻ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ആ വാഗ്ദത്തം നിവർത്തിയായിരിക്കും വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്മേൽ പൊരുന്നേയിരിക്കുകയാണ്. യാതൊരു ഹാനിയും വരാതെ, ഒരു ദോഷവും സംഭവിക്കാതെ ആ വാഗ്ദത്തം പുറത്തു വരും വരെയും അതിനെ സൂക്ഷിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ സ്തോത്രം വചനത്തിലൂടെ ഒന്നും പോകുവാൻ താല്പര്യപ്പെടുന്നില്ല, സമയം നമുക്ക് മുൻപിലില്ലല്ലോ. ഞാൻ വേഗത്തിൽ ഓടിച്ചു തന്നെ പോകുകയാണ്. ഞാൻ എന്റെ കർത്താവിനെ തേടിപ്പോയതല്ല പ്രിയരെ, എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ച് എന്നെ തേടി വന്നതാണ്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. എന്റെ പപ്പ, ഞാൻ പറഞ്ഞുവല്ലോ, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ തൊട്ട് ഗൾഫിലായിരുന്നു എന്ന്. സൗദി അറേബ്യയിലായിരുന്നു, മസ്കറ്റിലുണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലായി എന്റെ പപ്പ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഗൾഫിൽ വെച്ച് എന്റെ പപ്പായ്ക്ക് വലിയ ഒരു അപകടം ഉണ്ടാവുകയാണ്. സ്തോത്രം. ആ അപകടത്തിൽ പപ്പായുടെ മരണം സംഭവിക്കാമായിരുന്നു. എന്നാൽ തലനാരിഴയ്ക്ക് എന്റെ പപ്പ മരണത്തിൽ നിന്നും ഹല്ലേലൂയ നീക്കുപോക്ക് ലഭിച്ച് രക്ഷപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ശരീരഭാഗങ്ങൾക്ക്, അസ്ഥികൾക്ക് സ്തോത്രം കാര്യമായ മുറിവുകൾ സംഭവിക്കുകയും ഒടിവുകൾ സംഭവിക്കുകയും തകർച്ച സംഭവിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ദീർഘ
ദീർഘവർഷങ്ങൾ എന്റെ പപ്പ കിടപ്പിലാവുവാനിടയായി തീർന്നു. അങ്ങനെ കുടുംബത്തിന്റെ സന്തോഷം, കുടുംബത്തിന്റെ സമാധാനം, ആ സ്വസ്ഥത അല്പമായി നഷ്ടമാകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനം പറയുന്നു, ദോഷത്തിനായി പിശാച് നിരൂപിച്ച ചില നിരൂപണങ്ങളെ സ്തോത്രം ഹല്ലേലൂയ പിന്നത്തേതിൽ ദൈവം സ്തോത്രം അത് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവമാണെന്ന്. അതേപോലെ എനിക്കും ഈ രാത്രിയിൽ വിളിച്ചു പറയുവാൻ സാധിക്കും, ദോഷത്തിനായി പിശാച് നിരൂപിച്ച ചില നിരൂപണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പിന്നത്തേതിൽ അനുഗ്രഹത്തിന്, വിടുതലിന് കാരണമാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് ഞങ്ങളുടെ കുടുംബത്തോട് പ്രസാദം തോന്നി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുൻപുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ വളരെ സന്തോഷകരമായ അനുഭവം, വളരെ അനുഗ്രഹീതമായ അനുഭവം ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു എന്ന് പറയുവാൻ ഇടയായല്ലോ. ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെയും പഠിക്കുമ്പോൾ സ്കൂളിൽ വാച്ച് കെട്ടി കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. സ്വർണ്ണമാല സ്തോത്രം ഇട്ടുകൊണ്ട് ചില ദിവസങ്ങളൊക്കെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്നിനും കുറവ് വലുതായിട്ട് വന്നിട്ടില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ സ്തോത്രം മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കപ്പെടുന്ന ഒരു രീതിയിൽ ഞങ്ങളെ സ്തോത്രം അണിയിച്ചൊരുക്കി നടത്തുവാനൊക്കെ എന്റെ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വലിയവനായ കർത്താവ് അതിനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ആക്സിഡന്റ് വന്നത് മൂലം ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടങ്ങൾ, സ്തോത്രം ചില വേദനയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. മാർത്തോമ വിശ്വാസത്തിൽ നിന്നിരുന്നത് കൊണ്ട്, ആ വിശ്വാസത്തിൽ വളർന്നത് കൊണ്ട് ഭക്തിക്കോ വിശ്വാസത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒന്നും തന്നെ ഒട്ടും കുറവില്ലായിരുന്നു. എന്തിനേറെ പറയണം, സ്തോത്രം ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന കഴിയാതെ, വേദപുസ്തകത്തിലെ ഒരു അധ്യായം കഴിയാതെ എന്റെ മമ്മി ഞങ്ങൾക്ക് അത്താഴം തരുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചിന്ത സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളാണ് സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഭക്തർ എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ ചിന്ത. അതുകൊണ്ട് സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഞങ്ങളെ ഭരിച്ചിരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മറിച്ചൊന്ന് ചിന്തിക്കേണ്ട, മറിച്ചൊന്ന് സ്തോത്രം ആലോചിക്കേണ്ട, മറിച്ചൊന്നിലേക്ക് തിരിയേണ്ട ഒരു ആവശ്യകത ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വീണ്ടും എന്റെ പപ്പ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഈ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. സ്തോത്രം. എന്റെ പപ്പ വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. നല്ല അധ്വാനിയായിരുന്നു. വലിയ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും പറയാനില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. മക്കളെ സ്നേഹിക്കുകയും കുടുംബത്തിന് വേണ്ടി കരുതുകയും കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ പപ്പ. പക്ഷേ എവിടെയോ ഒരു താളപ്പിഴ കാണുന്നു. സ്തോത്രം. സമ്പാദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ സമ്പാദ്യമൊക്കെയും പിന്നത്തെ ഓട്ടസഞ്ചിയിലെ നിശ്ചയം പോലെയായി മാറുകയാണ്. സ്തോത്രം. എന്റെ പപ്പ ഓരോ അവധിക്കും ജോലി സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഉള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് കടന്നു വരുന്നത്. ഒന്നിലും തന്നെ ഒരു ഉയർച്ച കാണുവാൻ കഴിയാത്ത സ്തോത്രം ഒരു ഉന്നമനം ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ സ്തോത്രം നീങ്ങിക്കൊണ്ടേയിരിക്കുക. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിക്കുന്ന അല്ലെ ആശിക്കുന്ന അനുഭവങ്ങളുടെ മേൽ ഒരു വിടുതൽ കാണുവാനോ ഒരു സന്തോഷം പ്രാപിച്ചെടുക്കുവാനോ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഞങ്ങൾ നീങ്ങിപ്പോവുകയാണ്. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളെ ദൂരവേ തിരിച്ചറിയുവാൻ കഴിയാതെ പോയ നാളുകൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏതൊക്കെ വിധത്തിലാണ് അവൻ തന്ത്രങ്ങളും മെനയുന്നത്, സ്തോത്രം, ഏതൊക്കെ വിധത്തിലാണ് അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയാതെ പോകുന്ന സ്തോത്രം ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് ഈ രാത്രി ഞാൻ ഓർക്കുകയാണ് പ്രിയരെ. ആരെ കണ്ടാൽ സ്തോത്രം എവിടെ പോയാൽ ഈ വിഷയങ്ങളുടെ മേലൊക്കെയും ഒരു പരിഹാരം കണ്ട് ഒരു സന്തോഷം പ്രാപിച്ച് ഒരു ആശ്വാസം പ്രാപിച്ച് സ്തോത്രം നിവർന്നു നിൽക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരുന്ന ചില അനുഭവങ്ങൾ നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സ്തോത്രം തലച്ചറയിൽ അന്ന് സ്തോത്രം മർത്തോമ സഭയിൽ തന്നെയുള്ള ഒരു ജോൺസൺ അച്ഛനെ കുറിച്ച് അറിയുവാനിടയായി തീർന്നത്. പെന്തിക്കോസ്തുകാരുടെ ഇടയിലൊന്നും പോകത്തില്ലല്ലോ, പെന്തിക്കോസ് അനുഭവം ഒന്നും നമുക്ക് വേണ്ടായല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ
തന്നെ ആമി സ്തോത്രം പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞ് അങ്ങനെ ആ അച്ഛനെ കാണുവാനായി കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ അച്ഛനെ കണ്ടാൽ ഒരു സൊല്യൂഷൻ അച്ഛൻ പറഞ്ഞു തരുമെന്നുള്ള ആമി സ്തോത്രം ആ തിരിച്ചറിവ്, അല്ലെങ്കിൽ ആമി സ്തോത്രം മറ്റുള്ളവർ പറഞ്ഞുള്ള ഒരു അറിവ് നമ്മുടെ ജീവിതത്തിലും കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ മമ്മിയും അവിടേക്ക് കടന്നു പോവുകയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ആമി സ്തോത്രം ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമി സ്തോത്രം. ഹല്ലേലൂയ. അച്ഛൻ എത്രയോ ദിവസത്തെ ഒരു ഉപവാസവും പ്രാർത്ഥനയും മമ്മിയോട് അവിടെ നിർദ്ദേശിക്കുകയാണ്. ആമി സ്തോത്രം. ഒരിക്കലും ഈ ഒരു പെന്തിക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് അവിടേക്ക് കടന്നു പോയത്. പ്രൈസ് ദി ലോർഡ്. ആമി സ്തോത്രം. പക്ഷേ അതും ഞങ്ങൾക്ക് പിന്നത്തേതിൽ ഗുണമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ആമീൻ. അവിടേക്ക് കടന്നുപോയി അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ച് മമ്മി ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങുകയാണ്. അന്ന് അച്ഛൻ മമ്മിയോട് പറഞ്ഞു, ആമീൻ, മമ്മിയുടെ 3 മക്കളെയും അച്ഛനൊന്ന് കാണണമെന്ന്. പ്രത്യേകിച്ച് ആമി സ്തോത്രം. ഹല്ലേലൂയ. ആമി അങ്ങനെ ഞങ്ങളെയും കൊണ്ട് ആമീൻ അത്രയും ദൂരമൊന്നും പോകുവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആമി സ്തോത്രം ഞങ്ങൾ 3 പേരുമായി മമ്മി അവിടേക്ക് കടന്നു പോവുകയാണ്. ആമി സ്തോത്രം. അദ്ദേഹം ഞങ്ങളെ കണ്ടതിന് ശേഷം എൻ്റെ മമ്മിയോട് ഇപ്രകാരം പറയുകയാണ്, സിസ്റ്റർ 3 മക്കളെയും മിഷണറിമാരാക്കിയേക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് എന്നോട് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, മോൾ, നീ ഒരു നല്ല മിഷണറിയായി മാറ്റപ്പെടണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് സ്ത്രീകൾ മിഷണറി പ്രവർത്തനം ചെയ്യേണ്ടത് എന്ന് അന്ന് നമുക്കറിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ മർത്തോമ സഭയിൽ അങ്ങനെയുള്ള വലിയ മിഷണറിമാരായി ലേഡീസിനെ നമ്മൾ അന്ന് കണ്ടിട്ടില്ലായിരുന്നു. സ്തോത്രം. ആമീൻ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്ത്രീകൾ സുവിശേഷ വേലയിൽ പങ്കാളികളാകേണ്ടത് അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യേണ്ടത് എന്ന് അറിയില്ല എങ്കിലും ആമീൻ അദ്ദേഹത്തോട് ഓക്കെ പറയുവാൻ നമ്മൾക്കിടയായി തീർന്നു. അങ്ങനെ ദൈവവേല ചെയ്യുന്ന ആമീൻ ഒരു സ്ത്രീയായി നിൽക്കുവാൻ ഞാൻ അവിടെ തീരുമാനമെടുക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ട് ആമീൻ തലകുലുക്കി സമ്മതിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരിക. പക്ഷേ വന്ന ഉടനെ ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ആമീൻ എന്താണെന്നറിയാമോ? ആമീൻ എൻ്റെ കാലിൽ നല്ല 2 കൊലുസ് കിടപ്പുണ്ടായിരുന്നു. കൊലുസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കും, പാദസ്വരം. ആമീൻ സ്തോത്രം. ആമീൻ. വന്ന ഉടനെ ഞാൻ ചെയ്തത് ആ 2 കൊലുസും ഊരിയിട്ട് എൻ്റെ മമ്മിയുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുകയാ. മമ്മി, ഇത് ഇനിയും എനിക്ക് വേണ്ട എന്ന് ഞാൻ മമ്മിയോട് പറയുക. ആമീൻ. നിങ്ങൾ ചിന്തിക്കണമേ, ഞാനൊരു പെന്തിക്കോസ്തുകാരി അല്ല, ഒരു പെന്തിക്കോസ്ത് പാസ്റ്ററിന്റെ ഉപദേശം കേട്ട് ഞാൻ മാനസാന്തരപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഒരു ആമീൻ സ്തോത്രം മർത്തോമ സഭയിലെ കൂട്ടായ്മയിൽ നിന്നും ലഭിച്ച ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ഒരു ക്രിയയാണ് ഞാൻ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. അത് ഊരി ഞാൻ എൻ്റെ മാതാവിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് മമ്മിയോട് ഞാൻ പറയുന്നു, ഇനിയും എനിക്കിത് വേണ്ട. പ്രൈസ് ദി ലോർഡ്. മമ്മി എന്നോട് ചോദിക്കുകയാണ്, എന്താണ് മോളെ കാരണം? സ്തോത്രം. നീ അത് ധരിച്ചോ? ആമീൻ സ്തോത്രം. ഞാൻ ആ തീരുമാനം ഭവനത്തിൽ വന്നത് ശേഷം എടുത്തതായിരുന്നില്ല പ്രിയരെ. ആമീൻ സ്തോത്രം. ആ ചർച്ചിൽ വെച്ച് തന്നെ ഞാൻ ഒരു തീരുമാനം അങ്ങനെ എടുക്കുകയായിരുന്നു. എന്താണ് ആ തീരുമാനം എടുക്കുവാൻ കാരണമായതെന്ന് അറിയാമോ? അന്നത്തെ അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ എന്ന് പറയുന്നത്, അദ്ദേഹം എങ്ങനെയാണ് അന്ന് പ്രസംഗിച്ചത്? പ്രസംഗത്തിനിടയിൽ പറഞ്ഞ വാക്യം ഇതായിരുന്നു, ആമീൻ സ്തോത്രം, കണ്ണും എഴുതി പൊട്ടും തൊട്ട് കാലിൽ പാദസ്വരവും അണിഞ്ഞ് നടക്കുന്ന പെണ്ണെ നീ പോക്ക എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രസംഗം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും ആമീൻ സ്തോത്രം അവിടെ നിന്ന് തന്നെ ഞാൻ ആ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുകയാണ്. ഇനി ഞാൻ പൊട്ടു തൊടുകയില്ല. ആമീൻ സ്തോത്രം. ഇനി ഞാൻ പാദസ്വരം അണിയുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനം ഞാൻ അന്ന് എടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ വചന ശുശ്രൂഷ എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം അവിടെ വരുത്തുകയാണ്. ഹല്ലേലൂയ. ആമീൻ സ്തോത്രം. ഞാൻ ഭവനത്തിൽ വന്നതിന് ശേഷം ആ ഒരു ക്രിയ അവിടെ ചെയ്തതിന് കാരണമായത് അന്നത്തെ ആ വചന ശുശ്രൂഷയാണ്. ദൈവാത്മാവ് എന്നെ തൊടുവാനിടയായി തീർന്നു. ദൈവ വചനം എന്നെ തൊടുവാനിടയായി തീർന്നു. എന്തോ ഒരു മാറ്റം ആമീൻ സ്തോത്രം ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പെന്തിക്കോസ്ത് ആമീൻ സ്തോത്രം മാർഗത്തിൽ നിൽക്കുന്ന ദൈവമക്കളാണ്. നമ്മുടെ ഇടയിൽ ഇന്നൊരു സുവിശേഷം കേട്ട് ഇപ്രകാരം ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ?
എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്? എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത്? നമ്മുടെ ദൂതൊക്കെ നമ്മിലേക്ക് തന്നെ മടങ്ങി വരുന്നതിന് നിദാനമായ കാരണം എന്താണ്? ഒരു പാപിയുടെ മാനസാന്തരം, തെറ്റിലേക്ക് നീങ്ങുന്നവന്റെ മാനസാന്തരം എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. എന്റെ സാക്ഷ്യത്തിന്റെ സമയമാകിയാൽ ഞാൻ ദൂതിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് അവിടെ ആ വചന ശുശ്രൂഷയിൽ എന്നെ തൊടുകയാണ്. ദൈവവചനം എന്നെ തൊടുകയാണ്. എന്തോ ഒരു മാറ്റം അന്ന് സ്തോത്രം പകൽക്കാലം എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അന്ന് മമ്മി എന്നോട് ആവുന്നതും സ്തോത്രം അപാദസ്വരം ഇടുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. സ്തോത്രം. ഞാനത് വേണ്ട എന്ന് പറഞ്ഞ് പൂർണ്ണമായും ഉപേക്ഷിപ്പാനിടയായി തീർന്നു. ഈ മാറ്റം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരു പാസ്റ്റർ പറഞ്ഞിട്ടല്ല കേട്ടോ, ഒരു പെന്തിക്കോസ്തിലെ മാതാവോ സഹോദരിമാരോ പറഞ്ഞിട്ടല്ല എന്നെ സംഭവിച്ചത്. ജീവനുള്ള ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ ക്രിയ ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പറയുന്നത്, ഈ വചനത്തിന് ജീവനുണ്ട് എന്ന്. സ്തോത്രം. വചനത്തിലെ ജീവൻ വ്യാപരിക്കുന്നതാണ് എന്ന് പറയുന്ന ഇതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വചനം തൊട്ടതിനാൽ ഇന്ന് ഞാൻ അറിയുന്നു, എന്റെ വിശ്വാസ ജീവിതത്തിൽ എന്റെ സുവിശേഷ വേലയുടെ തുടക്കം അവിടെ സംഭവിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് എനിക്ക് അത് അറിയുകയില്ലായിരുന്നു. സ്ത്രീകളെ കൊണ്ട് സുവിശേഷ വേല നടക്കുമോ എന്നുള്ള ചിന്തയായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ സുവിശേഷ വേലയ്ക്കുള്ള തുടക്കം എന്ന് പറയുന്നത് സ്തോത്രം ഒരൊറ്റ ദിവസത്തിൽ സംഭവിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളും സ്തോത്രം ഞാൻ ചെയ്യുമായിരുന്നു. സ്തോത്രം. കണ്ണെഴുത്ത് അവിടെ നിർത്തുക, പൊട്ടുതൊടിയിൽ അവിടെ നിർത്തുക, സ്തോത്രം പാദസ്വരം അണിഞ്ഞത് അവിടെ നിർത്തുകയാണ്. 3 കൃപയാൽ അന്ന് സ്റ്റോപ്പ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതെനിക്ക് പിന്നത്തേതിൽ അനുഗ്രഹമായി തീർന്നു. അങ്ങനെ ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷമായി എന്റെ വീട്ടിൽ ഞാനും എന്റെ മമ്മിയും എന്റെ അമ്മച്ചിയും എന്റെ 2 സഹോദരിമാരും ചേർന്ന് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലിരിക്കുക. ദിവസവും എത്ര സമയമുണ്ടെങ്കിലും, സമയം പോയാലും സ്തോത്രം, ഹല്ലേലൂയ, സമയമില്ലെങ്കിലും ഞങ്ങൾ 2 പാട്ട് പാടി ആരാധിക്കുക പതിവാണ്. കൈയടിച്ചുള്ള ആരാധനയല്ല ഞാൻ പറയുന്നത്. പക്ഷെ 2 പാട്ട് പാടി സ്തോത്രം വേദപുസ്തകം എല്ലാവരും വായിച്ച് പ്രാർത്ഥിക്കുക പതിവാണ്. അത് എത്ര സമയം പോയാലും നമ്മളത് ചെയ്യുമായിരുന്നു. അങ്ങനെ അന്നത്തെ കുടുംബ പ്രാർത്ഥനയിലും 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. അന്നത്തെ കുടുംബ പ്രാർത്ഥനയിലും സ്തോത്രം ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഒരു പാട്ട് പാടി നിർത്തി. 2ാമത്തെ പാട്ട് പാടി. 2ാമത്തെ പാട്ട് പാടുമ്പോൾ കണ്ണടച്ചാണ് ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പാടുമ്പോൾ മാത്രയിൽ തന്നെ അന്ന് ഓർക്കുന്നു, 3 വർഷങ്ങൾക്ക് അപ്പുറം ഉറക്കത്തിൽ സ്തോത്രം പറയപ്പെട്ട ഒരു അന്യഭാഷയുണ്ടല്ലോ, ആ അന്യഭാഷ വീണ്ടും എന്റെ നാവിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. മാത്രമല്ല, ഈ അന്യഭാഷ പറഞ്ഞതിന് ശേഷം പ്രവചന ശബ്ദത്താൽ എന്റെ ദൈവം എന്നെ നിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ പ്രവചിക്കുവാൻ തുടങ്ങി. സ്തോത്രം. എന്റെ കുടുംബത്തിന്റെ, എന്റെ ഭവനത്തിന്റെ, എന്റെ വല്യമ്മച്ചിയുടെ സ്തോത്രം ചെറുപ്രായം തുടങ്ങിയുള്ള കാര്യങ്ങൾ അടിസ്ഥാനം സ്തോത്രം ഇളക്കി അന്ന് രാത്രിയിൽ പ്രവചിക്കുവാൻ തുടങ്ങി. എനിക്ക് ഇത്ര മാത്രമേ ഓർമ്മയുള്ളൂ. എന്റെ അമ്മച്ചിയും എന്റെ മമ്മിയും കരഞ്ഞ് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മറ്റൊന്നും എനിക്കറിയില്ല പ്രിയരെ. ഞാനല്ലാതെ മാറി. സ്തോത്രം. എന്നിൽ ആരോ എന്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുത്തു. സ്തോത്രം. എന്തോ ഒരു മാറ്റം എന്നിൽ സംഭവിച്ചു. സ്തോത്രം. എനിക്ക് എന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നില്ല. സ്തോത്രം. മറ്റെങ്ങും അതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത, മറ്റെവിടെ നിന്നും ആരിൽ നിന്നും കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ഞാൻ ആ രാത്രിയിൽ കടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മമ്മിയും അമ്മച്ചിയും ഉറക്കെ കൂടെ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഏങ്ങിലടിച്ച് കരയുന്നതുമൊക്കെയും എനിക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് സ്തോത്രം ഞാൻ പ്രവചിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അവരെ സന്ദർശിക്കുകയാണ്. അവരുടെ ജീവിത വിഷയങ്ങളെ തൊടുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ചില ശോധനകളിലൂടെ, ചില കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ്
ആത്മാവ് ഉത്തരവുമായി അവരുടെ നടുവിലേക്ക്, അവർക്ക് വേണ്ടി അവർ ഇരുന്ന ഭവനത്തിൽ അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സ്തോത്രം നമ്മുടെ ജീവിതം നോക്കിയാൽ, എന്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ജീവിതം നോക്കിയാൽ സ്തോത്രം ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ആരിലൊന്ന് ആശ്രയിക്കണം, എവിടെയൊന്ന് ആശ്രയിക്കണം, എങ്ങനെ ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് അറിയാതെ പല വാതിൽ മുട്ടുവാനും പലരിൽ ആശ്രയിക്കുവാനും ഒക്കെയും ഒരുങ്ങും. സ്തോത്രം. എന്നാൽ അതിനൊന്നും അന്ന് നമുക്ക് സാഹചര്യമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിരുന്ന ഭവനത്തിൽ സ്തോത്രം നമ്മളിലൂടെ തന്നെ സംസാരിക്കുവാനിടയായി തീരുകയാണ്. മർത്തോമ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം, എന്റെ മമ്മിക്കും അമ്മച്ചിക്കും ഒന്നും ഈ സംഭവിക്കുന്നതിനെ കുറിച്ച് അത്ര വലിയ ആഴമായ അറിവോ സ്തോത്രം അല്ലെങ്കിൽ സ്തോത്രം അത്ര വലിയ ജ്ഞാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, ഒന്നോർക്കണമേ, ഇവിടെയും മഹത്വം ആർക്കും പോയിട്ടില്ല കേട്ടോ. ദൈവം തന്നെ എടുക്കുകയാണ്. ദൈവിക ദർശനം പ്രാപിച്ച് ഒറ്റയ്ക്ക് ഉറക്കത്തിൽ ആദ്യമായി അന്യഭാഷ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്ന് തന്നെ സ്തോത്രം ഹല്ലേലൂയ, ശേഷം സ്തോത്രം പ്രവചിക്കുന്നതും സ്തോത്രം അതേ ഭവനത്തിൽ ദൈവിക ദർശനത്തോടെ ദൈവാത്മാവിന്റെ നിറവോടെയാണ്. പ്രൈസ് ദി ലോർഡ്. മഹത്വം എവിടെയാ പോയത്? എൻ്റെ അപ്പച്ചന് മാത്രമല്ലേ പോയുള്ളൂ. ഞാൻ അവളെ വളർത്തിയെന്നോ അല്ലെ ഞാൻ നിമിത്തമാണ് ചെയ്തതെന്നോ ഒന്നും ആരും പറയുവാൻ ഇടയാക്കാതെ മുഴുവൻ മഹത്വവും എൻ്റെ അപ്പച്ചൻ അങ്ങ് എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വലിയവനാ നമ്മുടെ അപ്പച്ചൻ അല്ലേ? സ്തോത്രം. ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ദൈവം നമ്മെ ഒരു ദൗത്യം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. പ്രിയരെ, മഹത്വം മൊത്തം നമ്മുടെ കർത്താവിന് മാത്രമാണ്. അത് മറ്റെങ്ങും പോകുവാൻ നമ്മുടെ കർത്താപ്പച്ചൻ അനുവദിക്കുന്ന ദൈവമല്ല. എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. അങ്ങനെ സ്തോത്രം. പിന്നെ സ്തോത്രം, പിന്നത്തെ ആഴ്ചയിൽ നടന്ന ആ കൂട്ടായ്മയിലേക്ക് മമ്മി വീണ്ടും കടന്നു പോകുകയാണ്. കാരണം ഈ ഭവനത്തിൽ നടന്നതൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊന്നും മമ്മിക്ക് വിവേചിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കും അതിനെക്കുറിച്ച് ഒരാഴവും അറിയില്ല. സ്തോത്രം. മമ്മിക്ക് അത് അവിടെ ചെന്നൊന്ന് പറയണമല്ലോ. മമ്മി അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് കടന്നു പോവുകയും അദ്ദേഹത്തെ നേരിൽ കാണുകയും ഈ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയെ സംഭവിച്ച കഥകളൊക്കെയും അദ്ദേഹത്തോട് പറയുകയും ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് മോളെ ഉടനെ തന്നെ ഒന്ന് കാണണം. സ്തോത്രം. മോളെ കൊണ്ടുവരണം. സ്തോത്രം. അങ്ങനെ സ്തോത്രം വീണ്ടും മമ്മി എന്നെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കടന്നു ചെന്നപ്പോൾ സ്തോത്രം, ഇന്ന് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാത്ത ഒരു അനുഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, മോളെ, അച്ഛനപ്പച്ചൻ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മോള് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് മോക്കൊരു ഉറക്കം വരുമായിരിക്കും. ആ ഉറക്ക സമയത്ത് മോൾക്ക് എന്താണ് സ്തോത്രം പറയുവാൻ ഉള്ളിൽ തോന്നുന്നത് അത് വായിൽ വിളിച്ചു പറഞ്ഞേക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയം അച്ഛന് എന്റെ മുൻപിലിരിക്കുകയാണ്. എൻ്റെ മമ്മി വേറെ 2 സഹോദരിമാര്, മമ്മിയുടെ കൂട്ടുകാര് എൻ്റെ ബായ്ക്ക് വശത്തിരിക്കുകയാണ്. ഞാൻ മുട്ടിൽ നിൽക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. എനിക്ക് ഇത്ര മാത്രമേ ഓർമ്മയുള്ളൂ. അദ്ദേഹം എൻ്റെ തലയിലേക്ക് കൈവച്ചു, ഇപ്രകാരം പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഈ പൈതൽ ഉറങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പ്രിയരെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം അറിയാതെ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഒരു പക്ഷേ ഒരു ഹിപ്നോട്ടിസം പോലെ ആയിരിക്കാം, നമുക്കറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത നിമിഷം എൻ്റെ മമ്മി പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചത് സ്തോത്രം ഏതാത്മാവിനാൽ എങ്ങനെയാണ് ഈ പൈതൽ നയിക്കപ്പെട്ടത് എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. അതിനൊക്കെ ഞാൻ മറുപടി പറയുക. പെട്ടെന്ന് അദ്ദേഹം ഇരുന്ന ഇടത്തു നിന്ന് ചാടി എഴുന്നേറ്റ് ചാടിയിട്ട് മമ്മി പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് അദ്ദേഹം കുറച്ചു നേരം തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന്. അതിനുശേഷം എൻ്റെ മമ്മിയോട് ഇപ്രകാരം പറഞ്ഞു, ഈ കുഞ്ഞ് ആത്മീയ കാര്യങ്ങളിൽ എവിടെ എങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചാലും യാതൊരു തടസ്സവും നിങ്ങൾ നിൽക്കരുത്. ആ ലെവലിൽ അവളെ മുൻപോട്ട് വിട്ടേക്കണമെന്ന്. അത് കഴിഞ്ഞ് എന്നെ ഉണർത്തുവാൻ ഇടയായി തീർന്നു. ഞാൻ ഉണർന്നു. സ്തോത്രം. എൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, മോളെ, സ്തോത്രം, നീ ലോകം അറിയുന്ന നല്ലൊരു മിഷനറിയായി മാറ്റപ്പെടണം. സ്തോത്രം. നിനക്ക് ആത്മീയ കാര്യങ്ങളിൽ യേശു അപ്പച്ചൻ എന്ത് നിന്നോട് പറഞ്ഞാലും അത് ചെയ്യുവാൻ നീ ചുവടുകൾ മുൻപോട്ട് വെച്ചോണം. തടസ്സങ്ങളെ ഭേദിച്ച് നീ മുൻപോട്ട് പൊക്കോണം എന്നൊക്കെ പറഞ്ഞ് കുറെ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകുവാൻ ഇടയായി തീർന്നു.
അവിടെ നിന്ന് ഞാൻ കടന്നു വന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മമ്മിയുടെ കൂടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള തന്നെ രണ്ട് ആന്റിമാർ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആന്റിമാർ ഈ സംഭവിച്ചതൊക്കെയും ഞങ്ങളുടെ ചുറ്റുപാട് വന്ന് സ്തോത്രം പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സ്തോത്രം ആ ചെറുപ്രായത്തില് എൻ്റെ വീട്ടിൽ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ ഇടയായി തീർന്നു. ദൂരക്കാരൊന്നുമല്ല, എൻ്റെ ചുറ്റുപാടുള്ളവരെന്ന് പറയുമ്പോഴും സ്തോത്രം വളരെ മാന്യമായി നല്ല രീതിയിൽ ജീവിക്കുന്ന യാക്കോബക്കാരും മർത്തോമക്കാരുമായ പ്രിയപ്പെട്ടവരായിരുന്നു എൻ്റെ ചുറ്റുപാടുള്ളത്. ഞങ്ങളുടെ ചുറ്റുപാട് ഒരു ജാതികളായോ മറ്റ് ആരുമോ തന്നെ ഉണ്ടായിരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവരൊക്കെയും വൈകുന്ന സമയങ്ങളിൽ പ്രവചനം കേൾക്കാൻ ഒരുമിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരും. സ്തോത്രം. അങ്ങനെ അവിടെ ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. മിക്ക ദിവസങ്ങളിലും മീറ്റിംഗ്. സ്തോത്രം. മിക്ക ദിവസങ്ങളും ഇന്നിപ്പം 2-3 ദിവസം എൻ്റെ വീട്ടിൽ മീറ്റിംഗ് ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവരുടെയൊക്കെയും വീടുകളിൽ മാറി മാറി മീറ്റിംഗ്. അങ്ങനെ മിക്ക ദിവസങ്ങളിലും മീറ്റിങ്ങുകൾ ക്രമീകരിക്കാനിടയായി തീർന്നു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ മാത്രമല്ല, ഈ സ്തോത്രം അയൽവക്കത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, അവരുടെ റിലേഷനിലുള്ള ദൂരെ നിന്നുമുള്ള പ്രിയപ്പെട്ടവരെയും സ്തോത്രം പിന്നത്തേത് വിളിച്ചു വരുത്തുവാൻ തുടങ്ങി. അങ്ങനെ നല്ല ഒരു കൂട്ടായ്മ സാഹചര്യം ഞങ്ങളുടെ ഇവിടെ ഒരുങ്ങുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുവാൻ എൻ്റെ ഭവനത്തെ ആ ദേശത്തിന്റെ നടുവിൽ ദൈവം കാണുവാനിടയായി തീർന്നു. സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒന്നും ആഴം മറിഞ്ഞുകൊണ്ടല്ല എടുത്ത് ചാടിയത്. സ്തോത്രം. എങ്ങനെ ഈ പ്രതികൂലം വരുമോ, പ്രതിസന്ധി വരുമോ, പ്രശ്നം വരുമോ ഒന്നും തിരിച്ചറിഞ്ഞുകൊണ്ടല്ല. ഈ സ്നേഹം എന്നും നിലനിൽക്കും, ഈ സന്തോഷം എന്നും നിലനിൽക്കും. സ്തോത്രം. ഈ കൂട്ടായ്മ സപ്പോർട്ട് എന്നും നിലനിൽക്കും എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ യാത്ര. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ദേശം വിട്ട് മറ്റുള്ള ദേശങ്ങളിലേക്ക് ഞങ്ങളുടെ കൂട്ടായ്മ വ്യാപരിപ്പാൻ ഇടയായി തീർന്നു. കാരണം ഈ പ്രവചനം കേൾക്കുവാൻ കടന്നു വന്നവരുടെ വീടുകളിലൊക്കെയും പ്രാർത്ഥനാ കൂട്ടായ്മകൾ വെക്കും, അവിടെയൊക്കെയും കടന്നു പോകും. സ്തോത്രം. അങ്ങനെ കൂട്ടായ്മ അങ്ങ് വർദ്ധിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. വലിയ ഒരു ഉണർവിന്റെ സന്ദർഭമായി ആ സന്ദർഭത്തെ എൻ്റെ ദൈവം മാറ്റി തീർക്കുവാൻ ഇടയായി തീർക്കുന്നു. ആർക്കും അത് തടുക്കുവാൻ കഴിഞ്ഞില്ല പ്രിയരെ. ഒന്നിനും അതിനെ തടുക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ കറക്റ്റ് 1 വർഷമായപ്പോൾ സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പറയട്ടെ, അതും ഒരു പെന്തിക്കോസ്തുകാരല്ല. ഈ കൂട്ടായ്മയിലുള്ളവരൊക്കെ ആരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പെന്തിക്കോസ്തുകാർ വന്നിട്ടോ ഒരു പാസ്റ്റർമാർ ഗൈഡ് ചെയ്തിട്ടോ അല്ല ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. സ്നാനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം കടന്നു വന്നപ്പോൾ സ്തോത്രം, എങ്ങനെയാണ് സ്നാനത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്, ആരിലാണ് ഒന്ന് ആശ്രയിക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത് എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ സ്തോത്രം മറ്റ് ചില ദേശങ്ങളിൽ നിന്നും വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവര് ചിലർ രഹസ്യമായി പോയി സ്നാനപ്പെട്ട ചില ഇടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്തോത്രം അവർ മുഖാന്തരമായിട്ട് സ്തോത്രം ഞങ്ങൾ ഹല്ലേലൂയ വടശ്ശേരിക്കരയുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ സ്തോത്രം കവല കുഞ്ഞുമോൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയുമായിരിക്കും. സ്തോത്രം. അദ്ദേഹമൊക്കെ കൂടുന്ന സ്തോത്രം ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സെൻട്രൽ പാസ്റ്റർ, ഒരു കുഞ്ഞുമോൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ വടശ്ശേരിക്കര പോയി കർത്താവിന് ജലത്തിൽ സാക്ഷിപ്പാൻ കർത്താവ് ഒരു അവസരം തന്നു. അതും രഹസ്യമായിട്ട്. എൻ്റെ മമ്മിയുടെ ഭാഗികമായ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. എൻ്റെ മമ്മിയായിരുന്നു എൻ്റെ കൂടെ വന്നത്. സ്തോത്രം. രഹസ്യമായി പോയി അവിടെ പോയി സ്നാനപ്പെട്ട് തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു വന്ന ശേഷം വളരെ പ്രതികൂലമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഈ കൂട്ടായ്മക്കാരെല്ലാം നമ്മളിൽ നിന്നും അകന്നു കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. സ്നാനപ്പെട്ടത് എങ്ങനെയൊക്കെയോ അവരുടെയൊക്കെയും കാതുകളിലെത്തി. അപ്പോൾ പെന്തിക്കോസ്തിലേക്ക് കടന്നു പോകുമോ എന്നുള്ള ഒരു ഭയമോ ഭീതിയോ അവരെയും കുറ്റം പറയുന്നില്ല. അവരോട് ഇന്നും എനിക്ക് സ്നേഹമാണ്. അവരൊക്കെയും ഇന്ന് ഞങ്ങളുടെ സ്തോത്രം സ്വന്തം സഹോദരങ്ങളായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാൽ ആ ഒരു സന്ദർഭത്തിൽ ഹല്ലേലൂയ അവരൊക്കെയും ഞങ്ങളിൽ നിന്നും അകന്നു പോകുവാനിടയായി തീർന്നു. നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും അപമാനത്തിന്റെയും അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് നേരെ കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ഭവനം ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടായ്മകൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത നിമിത്തം ദേശവാസികൾ പലതും പറഞ്ഞുണ്ടാക്കുവാനിടയായി തീർന്നു. പക്ഷേ അവിടെ ഒന്നും പതറുവാനിടയായില്ല, അവിടെ ഒന്നും തളർന്നു പോകുവാനിടയായി തീർന്നില്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി, അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനുള്ള സമർപ്പണത്തോടെ മുൻപോട്ട് ചുവട് വയ്ക്കുവാനിടയായി തീർന്നു. സ്നാനപ്പെട്ടതിന് ശേഷം
ശേഷം 5 വർഷം കൂടി ആമി സ്തോത്രം ആഭരണമൊക്കെയും ഇട്ട് മർത്തോമ സഭയിൽ ആരാധനയ്ക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ആമി വളരെ വേഗത്തിൽ ഞാൻ പറയും, ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട് പ്രിയരെ, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അങ്ങനെ കടന്നു പോയത് നിമിത്തം എൻ്റെ യൂത്ത്സ് കൂട്ടുകാർ കുറെ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിലെ. സ്തോത്രം. അവരെയൊക്കെയും കൂട്ടി ഞങ്ങൾ ഞായറാഴ്ച യൂത്ത് ലിങ്ക് കഴിഞ്ഞിട്ട് ആ ചർച്ചില് കൈ കോർത്ത് പിടിച്ച് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഈ യൂത്ത്സിന് വേണ്ടി എൻ്റെ വീട്ടിൽ കൂട്ടായ്മ ഒരുക്കി. ഇവരെല്ലാവരും കടന്നു വരും, ഞങ്ങൾ വീട്ടിലിരുന്ന് ആരാധിക്കും. ഭൂതങ്ങൾ ഇളകും. ആമി ഭൂതങ്ങളെ എങ്ങനെ ശാസിക്കണം എന്നറിയില്ല, എങ്ങനെയാണ് പിടിച്ചു നിർത്തേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ മമ്മി ആകെ പരിഭ്രാന്തിയാകും. സ്തോത്രം. വെപ്രാളം പിടിക്കും. ആമി സ്തോത്രം. ഹാലിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ അതൊന്നും ആർക്കും ഒരു ദോഷം വരുത്താതെ, ഒരു കേടും വരുത്താതെ ആമി സ്തോത്രം അങ്ങനെ ഇളകി 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 അവിടെ നിന്ന് വിട്ടുപോകുവാൻ ഇടയായി തീരുമായിരുന്നു. അങ്ങനെ വലിയൊരു ആത്മ ശുശ്രൂഷ, അതിന്റെ പകർച്ച അവിടെ വെളിപ്പെടുവാൻ ഇടയായിരുന്നു. ഒരു ഭാഗത്തെ ചുറ്റുപാട് നമുക്ക് അന്യമായി തീർന്നപ്പോൾ, നമ്മളോട് ചേർന്ന് നിന്നവർ അന്യമായി ചെന്നപ്പോൾ, ഇപ്പുറത്ത് ആമീൻ അനുഗ്രഹിക്കപ്പെട്ട യൂത്ത്സിന്റെ ഒരു കൂട്ടത്തെ ദൈവം നമുക്ക് ആരാധനയ്ക്കായി ഒരുക്കി തരുവാൻ ഇടയായി തീർന്നു. ഇന്ന് അവരാരും നഷ്ടമായി പോയിട്ടില്ല. ഇന്ന് അവരെല്ലാം കർത്താവിന്റെ വേറെ ശക്തമായി ആമി ഷാർജയുടെ പ്രദേശത്ത് ക്യാമ്പസ് ക്രൂസൈഡില് മറ്റ് പലയിടങ്ങളിലും കർത്താവിന് വേണ്ടി ശക്തമായി ശോഭിക്കുന്നവരായി നിൽക്കുന്നുണ്ട് കേട്ടോ. ദൈവം കണ്ടതിന് വേണ്ടി ദൈവം നിർത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. തകർന്നടിയുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. ആമീൻ. സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്. ആമീൻ. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ദൗത്യം നമ്മിലൂടെ മാത്രം കർത്താവ് ചെയ്തെടുപ്പിക്കുന്ന ദൈവമാ. എത്ര വലിയ കുരിശ് അതിന് മുൻപിൽ വന്നാലും, എന്തെല്ലാം പ്രതികൂലം അതിന് മുൻപിൽ വന്നാലും, ഏതെല്ലാം വിടക്ക് കണ്ണുകൾ, അസൂയ ദൃഷ്ടികൾ, എതിർ പ്രാർത്ഥനകൾ, അവകാശവാദങ്ങൾ അതിന്റെ മുൻപിൽ കടന്നു വന്നാലും അതിനൊന്നും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ആമീൻ. സ്തോത്രം. നമ്മുടെ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് വർദ്ധിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ആമീൻ. സ്തോത്രം. ഞാൻ ആമീൻ. സ്തോത്രം എൻ്റെ മമ്മിക്ക് സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹം. ആമീൻ. സ്തോത്രം. എൻ്റെ മമ്മി ആമീൻ സ്നാനത്തിലേക്ക് നടത്തപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മമ്മി സ്നാനപ്പെട്ടു കഴിഞ്ഞു ആമീൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മമ്മിയും കൂടി പറഞ്ഞു, നമുക്ക് നമ്മുടെ കൂട്ടായ്മക്കാരെ, നമ്മുടെ ചുറ്റുപാടിനെ വീണ്ടും നമുക്ക് സ്തോത്രം തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ്, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനും മമ്മിയും കൂടെ ഏകദേശം 3 മാസത്തോളം എഴുതി വെച്ച് കൈ കോർത്ത് പിടിച്ച് ആമീൻ. സ്തോത്രം. ആമീൻ. നമ്മുടെ ചുറ്റുപാടിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞാൻ പല ആമീൻ. സ്തോത്രം ഇതുപോലെ യൂട്യൂബ് ചാനലിലും എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആമീൻ. സ്തോത്രം. ഈ സാക്ഷ്യം എല്ലാം ഒന്ന് തന്നെയാണ്, പബ്ലിക്കിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവരിൽ പലർക്കും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്, അവരും കേൾക്കാറുണ്ട്. ഒരു പക്ഷേ ആ സാക്ഷ്യം കേൾക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നോ എന്ന് അവർ അറിയുന്നത്. സ്തോത്രം. അറിയില്ല. ആമീൻ. സ്തോത്രം. അതോ അതിന് മുൻപേ അവർ അറിഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. എങ്കിലും ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് ഞങ്ങളുടെ ചുറ്റുപാടിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപയാൽ 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 ഞങ്ങളുടെ ചുറ്റുപാടിൽ നിന്നുള്ള ആമീൻ. സ്തോത്രം ഒരു ആന്റി ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, പൊന്നമേ, ഞങ്ങൾക്കൊന്ന് സ്നാനപ്പെടണം. അത് രഹസ്യമായി ആമി സ്നാനപ്പെടുന്ന ഇടമായിരിക്കണം. ഞങ്ങൾ ആഭരണം ഊരത്തില്ല, ആമി ഉടനെ ചർച്ച വിടത്തില്ല, ഞങ്ങളെ കൊണ്ട് രഹസ്യമായി ഒന്ന് സ്നാനപ്പെടുത്തുമോ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ വാക്ക് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണല്ലോ. ആമി. സ്തോത്രം. ആമി. സ്തോത്രം. എൻ്റെ മമ്മി ആമി അതിനുള്ള വഴി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ആ ആന്റി അന്ന് പറഞ്ഞു വിട്ടു. സ്തോത്രം. പിന്നത്തേതിൽ ആമി അടൂര് കുളങ്ങര ഉണ്ടായിരുന്ന എം.ഒ. ഏലിയാസ് പാസ്റ്റർ, ചർച്ച് കൊണ്ട് ഒരു സീനിയർ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തെ ആമീൻ. സ്തോത്രം കാണുവാനും ഞങ്ങൾ അവിടെ പോയി സംസാരിപ്പാനും അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ ആരും അറിയാതെ രഹസ്യമായി നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഈ ആന്റിമാരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുവാനും ഇടയായി തീർന്നു. കൃപയാൽ കൃപയാൽ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്നാനപ്പെടുത്തി തിരിച്ചു വന്ന് ആമീൻ. സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കൂട്ടായ്മ തുടങ്ങി. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് എൻ്റെ വീട്ടിൽ വീണ്ടും മീറ്റിംഗ് തുടങ്ങി. ആമീൻ. ആ മീറ്റിംഗിൽ ആമീൻ ഇരിക്കുമ്പോൾ തന്നെ മറ്റ് ചില പ്രിയപ്പെട്ടവർ കൂടി ഞങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ആമി കടന്നു വരുവാനും അവരെയും ഇതേപോലെ തന്നെ ആമി. സ്തോത്രം ആ ദേവദാസന്റെ കൈ കീഴിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുവാനും ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമായി ആമി. സ്തോത്രം. അങ്ങനെ ആ കൂട്ടായ്മ നമ്മുടെ ഭവനത്തിലേക്ക് ആകും എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, മുൻപ് ആമി. സ്തോത്രം ഞങ്ങളുടെ ദേശത്ത് നിന്ന് മറ്റുള്ള ദേശങ്ങളിൽ നിന്ന് പോലും കൂട്ടായ്മയ്ക്ക് ആൾക്കാർ കടന്നു വരുമായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ള ആ പ്രിയപ്പെട്ടവർ വീണ്ടും നമ്മളുമായിട്ട്
ബന്ധപ്പെടുവാനും നമ്മളോട് ചേർന്ന് നിൽക്കുവാനും താല്പര്യപ്പെടുകയും അങ്ങനെ ആ കൂട്ടായ്മയിൽ അവരിൽ ചിലർ തന്നെ പാസ്റ്റർമാരായി നിയോഗിക്കപ്പെടുകയും അങ്ങനെ ഒരു സത്യ ആരാധനയ്ക്ക് കർത്താവ് സ്തോത്രം അവസരം ഒരുക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്തേക്ക്, അതായത് ഞങ്ങളുടെ ഭവനത്തിലല്ല, വന്നിരുന്ന അവരുടെ ദേശത്തേക്ക് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്കായി കടന്നു പോകുവാനിടയായി. ഒരു ചർച്ചിന്റെയും ഭാഗമല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ചർച്ചിന്റെയും ഭാഗമാകുവാൻ അന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവിടെ കടന്നുപോയി ആരാധന കൂടി, ഞായറാഴ്ച ആരാധന കൂടി ഞങ്ങൾ മടങ്ങി ഞങ്ങളുടെ ഭവനത്തിൽ വരും. അങ്ങനെ ഇരിക്കലെ ഒരു പ്രാവശ്യം പപ്പ അവധിക്ക് വരുന്നു. പപ്പ അവധിക്ക് വരുമ്പോൾ ഇതുപോലെ ഞാനും മമ്മിയും സ്നാനപ്പെട്ടതും ചുറ്റുപാടുള്ള ചില പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ടതും ഒക്കെയും പപ്പ അറിയുകയും പപ്പ ഭയങ്കര രോക്ഷാകുലനായി തീരുകയും ചെയ്യുകയാണ്. ഭയങ്കര എതിർപ്പ് ഞങ്ങളുടെ വീട്ടിലുണ്ടാകിയ, അതുവരെയും എൻ്റെ മമ്മിയെ ഉപദ്രവിച്ചിട്ടില്ലാത്ത എൻ്റെ പപ്പ ഈ സ്നാനപ്പെട്ടതിന്റെ പേരിൽ, അങ്ങനെ പെന്തിക്കോസ്ത് കൂട്ടായ്മ എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയതിന്റെ പേരിൽ എൻ്റെ മമ്മിയെ ഉപദ്രവിക്കുവാനിടയായി തീർന്നു. വളരെ പ്രശ്നങ്ങൾ, സമാധാനമില്ലാത്ത ഒരു അനുഭവം, സന്തോഷമില്ലാത്ത ഒരു അനുഭവം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. എങ്ങനെയാണ് അതിൽ നിന്നും ഒരു വിടുതൽ, അതിൽ നിന്നും ഒരു രക്ഷ, അതിൽ നിന്നും ഒരു സന്തോഷത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരേണ്ടതെന്ന് അറിയാതെ വല്ലാണ്ട് വ്യാകുലപ്പെട്ടിരുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടാവുകയാണ്. എങ്കിൽ കൂടെ സ്തോത്രം, എൻ്റെ പപ്പ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ അപ്പോൾ പപ്പ കാണുന്നുണ്ട് എല്ലാ സൺഡേയിലും ഒരു റാലി പോലെ ഞങ്ങളുടെ ഈ അയൽവക്കത്തുള്ള ഏകദേശം 8-9 ആന്റിമാരുണ്ട്, അവരുടെ മക്കളുണ്ട്, ഞങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് പപ്പ കാണുന്നുണ്ട്. പപ്പ വരുന്നില്ല, പപ്പ ദേഷ്യത്തിലിരിക്കുകയാണ്, എങ്കിലും ഞങ്ങൾ കടന്നു പോവുകയാണ്. കടന്നുപോയി തിരിച്ചു വരുന്നത് കണ്ട് പപ്പായ്ക്ക് ഭയങ്കര അപകർഷതാ ബോധമോ അപമാനഭാരമോ, വളരെ വേദന. അങ്ങനെ ആ സ്തോത്രം, ആ ദേശത്ത് നിന്നും ആ ഒരു ബ്രദർ, അന്ന് ബ്രദറാണ്, ഇന്ന് അദ്ദേഹം ഒരു സീനിയർ പാസ്റ്ററാണ്, ആ ബ്രദർ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, പേര് വിളിച്ചിട്ട് പറയുകയാണ്, ഈ പെണ്ണുങ്ങൾ, എങ്ങനെയാ പറയുന്നത്, ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു റാലി പോലെ നേരം വെളുത്ത് ഇവിടെ നിന്നും അവിടം വരെ വരുന്നത് എന്തോ ഒരു നാണംകെട്ട അനുഭവമാ. ഒരു കാര്യം ചെയ്യ, ഈ വീട്ടിൽ സ്ഥലമുണ്ടല്ലോ, ഞായറാഴ്ച വൈകിട്ടും ഇവിടെ ആരാധന തുടങ്ങും എന്നിങ്ങനെ പറയാം. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ആരാധന തുടങ്ങാനുള്ള സാഹചര്യം എൻ്റെ പപ്പായ്ക്ക് ആ ഒരു മനസ്സ് ദൈവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പപ്പ അറിയാതെ തന്നെ. അപ്പൊ പപ്പ പോകും മുൻപ് തന്നെ ഇങ്ങനെ ഇദ്ദേഹത്തോട് പറയുകയാണ്. അപ്പൊ അദ്ദേഹം നോക്കാം അച്ഛ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പപ്പ 1996 സ്തോത്രം നവംബർ മാസം ലാസ്റ്റിൽ പപ്പ തിരിച്ച് ഗൾഫിലേക്ക് കടന്നു പോകുന്നു. ഡിസംബർ മാസം ഫസ്റ്റ് സൺഡേയില് എൻ്റെ വീട്ടിൽ ആരാധന തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാധന തുടങ്ങുമ്പോൾ സ്തോത്രം, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റുപാടുള്ള ഈ 9 വീട്ടിലെ 9 ആന്റിമാരും അവരുടെ മക്കളും ഞങ്ങളുമേ ഉള്ളൂ, സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ അവരുടെ ഹസ്ബൻഡുമാര് സ്തോത്രം, അവരിൽ നിമിത്തമായി മറ്റു പലരും ആരാധനയ്ക്ക് കടന്നു വരുവാനും ഏകദേശം 24 കുടുംബം, ഏകദേശം 24 കുടുംബമായി ഞങ്ങളുടെ വീട്ടിലെ ആരാധന വളരുവാനും ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിൽ ആ ആരാധന കുറച്ച് സ്ഥലം വാങ്ങി, അവിടെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കുറച്ച് സ്ഥലം വാങ്ങി ആ ആരാധന ഒരു ആലയം കെട്ടി അങ്ങോട്ടേക്ക് മാറുവാനിടയായി തീർന്നു. 2002 തോന്നുന്നു അങ്ങനെ സ്തോത്രം ആരാധന മാറുവാനിടയായി തീർന്നത്. ഏകദേശം 11 വർഷം ഞങ്ങളുടെ വീട്ടിൽ ദൈവിക സഭാരാധന നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, പ്രിയരെ, സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്തോത്രം. ദൈവം ഒന്ന് ആഗ്രഹിച്ചാൽ, ദൈവം ഒന്ന് നിർണയിച്ചാൽ, ദൈവം ഒരു നിയോഗം നമ്മുടെ മേലിട്ടാൽ അതിനെ നഷ്ടമാക്കി കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. നമ്മുടെ വീഴ്ച കാണുവാൻ, നമ്മുടെ പരാജയം കാണുവാൻ ശത്രു പലതും നമുക്ക് മുൻപിൽ ഒരുക്കിയെന്ന് വരാം. എന്നാൽ അതിനൊന്നും ഏൽപ്പിച്ചു കൊടുക്കാതെ അവിടെ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർത്തുവാൻ കർത്താവ് വിശ്വസ്തനായ ദൈവമാ. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, എന്റെ ശത്രുവായവളെ, എന്നെ കുറിച്ച് സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയാം സ്തോത്രം, പ്രിയ ബീനാന്റിക്കും ഒക്കെ അറിയാം, ഈ വായിച്ച വേദഭാഗം വലിയൊരു പ്രസംഗ വിഷയമാണ്. എന്നാൽ ഇതിൽ നിന്നും ഞാൻ ഒന്ന് പറയുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ എടുക്കുന്ന ഒരു തീരുമാനം,
ശത്രു എന്താ വിചാരിച്ചത്? എല്ലാം തകർത്തടിച്ചു. ഇവിടെ വീണു പോയി, ഇവിടെ നിന്നും ഇനി എഴുന്നേൽക്കുകയില്ല, ഇവിടെ എല്ലാം നിലം പരിചായി തീർന്നു എന്ന് പറയുകയാണ്. എന്നാൽ അതിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഹല്ലേലൂയ അവിടെ നിന്നും എഴുന്നേൽക്കുന്ന ഒരു അനുഭവം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാ പറയുന്നത്: ഞാനൊരു കാര്യം ചെയ്യാൻ പോകുക, ആരെന്റെ കൂടെ നിന്നാലും ആരെന്റെ കൂടെ നിന്നില്ലെങ്കിലും, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും ആരെന്നെ കൈവിട്ടാലും ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനെ വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരേ ഒരു വാക്യം: എന്തെല്ലാം വന്നാലും ഞാൻ എൻ്റെ യഹോവയെങ്കിലേക്ക് നോക്കും, ഞാൻ എൻ്റെ കർത്താവെങ്കിലേക്ക് നോക്കും, ഞാൻ വീണാലും ഞാൻ അവിടെ നിന്നും എഴുന്നേൽക്കും, ഞാൻ നിലം പരിചാകയില്ല. ആ ഉറപ്പും ആ ഒരു വിശ്വാസവും ഒരു ഭക്തന് വേണമെന്നുള്ളത് ഈ വാക്യത്തിലൂടെ ഇവിടെ വ്യക്തമാക്കുക. എന്റെ ശത്രുവായവളെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, തനിക്ക് എതിരെ നിന്നവളെ നോക്കിക്കൊണ്ട്, തനിക്ക് എതിരെ നിന്ന ശക്തിയെ നോക്കിക്കൊണ്ട്, ആമേൻ, തനിക്ക് വേദന അഴിച്ചു വിട്ടിരിക്കുന്ന, ആമേൻ, തന്റെ ഹൃദയത്തെ നുറുക്കിയിരിക്കുന്ന, ആമേൻ, തന്റെ ആ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ നോക്കിയ, തന്നെ പരാജയത്തിൽ ആറ്റുവാൻ നോക്കിയ ആ ദുർശക്തിയെ നോക്കിക്കൊണ്ട്, ആമേൻ, ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുക: എന്റെ ശത്രുവായവളെ, ആമേൻ, ഞാൻ വീണാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. കാരണം എന്താ? എന്റെ നോട്ടം യഹോവയെങ്കിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത്, എന്റെ ജീവിത അനുഭവത്തിലൂടെ ആ യഹോവയെങ്കിലേക്ക് നോട്ടം അർപ്പിക്കുവാൻ നാം തയ്യാറായാൽ, യഹോവയെങ്കിലേക്ക് നാം നോക്കിയാൽ, ആമേൻ, സ്തോത്രം, നമ്മൾ വീണു പോകാതെ, നിലം പരിചാകാതെ, തകർന്നടിയാതെ അവിടെ നിന്നും എഴുന്നേൽക്കുവാൻ നമുക്ക് ശക്തി നൽകുന്ന, നമുക്ക് ബലം തരുന്ന, നമുക്ക് കൃപ തരുന്ന ഒരു വലിയവനായ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ആമേൻ, സ്തോത്രം. പഴുതുകൾ അടച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, തുറന്ന് സമ്മതിച്ചുകൊണ്ട്, ആമേൻ, തന്റെ ജയം അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇന്ന് രാത്രികാലം നമ്മുടെ ജയം പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ മുൻപിലേക്ക് നോക്കുമ്പോൾ ജയത്തിന്റെ യാതൊരു അനുഭവങ്ങളും ഇന്ന് കാണുന്നുണ്ടാവില്ല. സ്തോത്രം. എങ്കിലും വിശ്വാസ കണ്ണാൽ ചിലതിനെ കണ്ടുകൊണ്ട് നമ്മുടെ ജയം പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ഈ നദി നിന്നെ മുക്കിക്കളയുകയില്ല. ആമേൻ, നിന്റെ വിശ്വാസ ജീവിതത്തെ, ആമേൻ, ഇതിനൊന്നും തകർത്ത് കളയുവാൻ സാധ്യമാകുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാ. വഴിയിൽ അലഞ്ഞു പോകാതെ, സ്തോത്രം, ആമേൻ, എത്തേണ്ട സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുവാൻ ഈ ദൈവം സർവശക്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓടിച്ചു പോകട്ടെ പ്രിയരെ? സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മുൻപോട്ട് ജീവിതം, ആമേൻ, ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കലും വീണ്ടും അവധിയാകുന്നു. എന്റെ പപ്പ നാട്ടിലേക്ക് കടന്നു വരുന്നു. എന്നെ, ആമേൻ, വിവാഹം കഴിപ്പിച്ച് വിടുവാനുള്ള എല്ലാ സ്വർണ്ണങ്ങളും ഓർത്തോണം. എന്റെ 6 വയസ്സ് തൊട്ട് എന്റെ പപ്പ ഗൾഫിലായിരുന്നു. എല്ലാ സ്വർണ്ണങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. ആമേൻ, ആ സമയമായപ്പോൾ, അതായത് എന്നെ വിവാഹം കഴിപ്പിക്കേണ്ട സമയമായപ്പോൾ പപ്പ പ്രത്യേകിച്ച് കൊണ്ടുവന്ന ഒന്നുണ്ട്. ആ നാട്ടിലൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ലാത്ത ഒരു തരം നെക്ലേസ്, അതിനോട് ചേർന്നുള്ള അതിന്റെ കമ്മല്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നൊന്നും ആ രീതിയിലുള്ള ഒരു ഭാഷ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആമേൻ, ഇത് കൊണ്ടുവന്ന്, ആമേൻ, എന്റെ കയ്യിലേക്ക് തരിക. കാരണം പപ്പായ്ക്ക് അറിയാം, ആമേൻ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു ചിന്തയാ. ആമേൻ, പപ്പ തീർത്തും വാദിക്കുക, എന്റെ കുഞ്ഞിനെ, ആമേൻ, സ്വർണ്ണമിട്ട്, ആമേൻ, ഞാൻ വിവാഹം കഴിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു വാദം. ഞാൻ അതിന് തയ്യാറാവുകയില്ല എന്നും. അങ്ങനെ സ്തോത്രം, എന്റെ വിവാഹം ഒരു പെന്തിക്കോസ്ത് അനുഭവത്തിൽ തന്നെ, പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ തന്നെ നടത്തുവാനിടയായി തീർന്നു. ആ സ്വർണ്ണമെല്ലാം അവിടെ ഇരിക്കുമ്പോഴേ കേട്ടോ, ഞാൻ സ്വർണ്ണമെല്ലാം ഊരി എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മോള്, ആമേൻ, ഒത്തിരി കരഞ്ഞിട്ട്, ഒത്തിരി വിഷമത്തോടെ, ആമേൻ, സ്തോത്രം, ഇപ്രകാരം വന്ന് പറയുവാനിടയായി തീർന്നു: എടി പഞ്ചമ പാതകത്തി, നിനക്ക് നെക്ലേസ് വേണ്ട എന്ന് തോന്നുവാൻ, ആമേൻ, സ്തോത്രം, എങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആമേൻ ഒത്തിരി കരയുവാനിടയായി തീർന്നു. അവൾ പത്തനംതിട്ടയിൽ പോയിട്ട് പേളിന്റെ ഒരു സെറ്റ് എടുത്ത്, ആമേൻ, വളയും മാലയും കമ്മലും ഒക്കെ ചേർന്ന ഒരു സെറ്റുമായിട്ട് വന്നിട്ട് പറഞ്ഞു: ആമീൻ, നീ സ്വർണ്ണമല്ലേ ഉപേക്ഷിച്ചോളൂ, ഇത് നിനക്ക് ധരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് എൻ്റെ കയ്യിൽ തരികയാ. അപ്പൊ ഞാനത് വാങ്ങി നോക്കി, ഒത്തിരി ചിരിച്ചിട്ട് പറഞ്ഞു: ചേച്ചി, ക്രിസ്തു നിമിത്തം എന്നെ തന്നെ മോടി പിടിപ്പിക്കുന്ന സകലതും ഞാൻ ഛേദമെന്ന് എണ്ണുകയാ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. ഇത് പ്രായമായിട്ട് ചെയ്ത ഒരു കാര്യമല്ല പ്രിയരെ. ആമീൻ, യൗവന പ്രായത്തില്,
ആരുടെയും ആമേൻ ഒരു പ്രേരണ കൂടാതെ, ഒരു പാസ്റ്റർമാരോ ഒരു പെന്തിക്കോസ്ത് വിശ്വാസികളോ സപ്പോർട്ട് ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യാതെ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത്. എൻ്റെ നല്ല യൗവന കാലത്ത്, അതും എല്ലാ സാഹചര്യങ്ങളും എനിക്ക് തുറന്നു കിടക്കുമ്പോൾ, ഇടുവാനില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടംപോലെ സ്വർണം എൻ്റെ ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ, ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. വിശ്വാസ ജീവിത നിമിത്തം, ക്രിസ്തു നിമിത്തം പലതും ഛേദമെന്ന് എണ്ണുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിന്നത്തെ ഇതിൽ ഒത്തിരി വേദനകളിലൂടെ, ഒത്തിരി പരിശോധനകളിലൂടെ, കഷ്ടങ്ങളിലൂടെയൊക്കെയും ജീവിതം മുൻപോട്ട് പോകേണ്ടി വന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ദൈവം ഞങ്ങൾക്ക് നൽകി. ആ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. വിശ്വാസത്തിന്റെ ആ ഒരു ആധിക്യത്തിലല്ല, സ്തോത്രം, മക്കളും പോയി, ഭാര്യയും പോയി, ഇപ്പോൾ വിവാഹവും നടന്നത് പെന്തിക്കോസ്തില, ഇനിയും ഇവരെ തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള ആ ഒരു ഭാരത്തില്, ആ ഒരു വിഷമത്തിലാണ് എൻ്റെ പപ്പ അന്ന് സ്നാനപ്പെടുവാനായി ഇറങ്ങി തിരിച്ചത്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പപ്പ പറയുന്നത് വിശ്വാസത്താലാണ് അന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു സ്നാനപ്പെടണമെന്ന്. പക്ഷേ പപ്പായുടെ മനസ്സിന്റെ ചിന്തയും ഭാരവും ഇതായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും പപ്പായെ സ്നാനപ്പെടുത്തി. ഇന്ന് പപ്പായും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസിയായിട്ട് തന്റെ ജീവിതം നയിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാത്തിനെയും ഈ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഇതൊക്കെയും ദൈവനാമത്തിലെ സ്തോത്രം. ഞാൻ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഒരു പുകഴ്ചയും നമുക്ക് വേണ്ട, ഒരു പ്രശംസയും നമുക്ക് വേണ്ട. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷെ എന്നെയോ നിങ്ങളെയോ ഒക്കെ അതിനൊരു മുഖാന്തരമായി ദൈവം ഉപയോഗിച്ചേക്കാം. എന്നാൽ അതുകൊണ്ട് പുകഴുവാൻ ഒന്നും നമുക്കില്ല പ്രിയരെ. കർത്താവ് ചിലതിനെ ആ കാലാകാലങ്ങളിൽ അവിടെ ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്തോത്രം. എൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ ചുറ്റുപാടുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂട്ടുകാരായ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ക്രിസ്തു എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയത്തിന്റെ തുടക്കമിടുവാൻ ആ ഭവനത്തിലെ ആരാധന മുഖാന്തരമാക്കി തീർത്തു. എല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഇന്ന് എൻ്റെ സഹോദരിയും കുടുംബവും റായ്പൂരിന്റെ പ്രദേശത്ത് ഛത്തീസ്ഗഡിൽ അനുഗ്രഹിക്കപ്പെട്ട വലിയ ഒരു ചർച്ചിന്റെ പാസ്റ്റർ PS അമുവേൽ എന്ന പാസ്റ്ററിന്റെ, അതായത് ഭാര്യ യോനാച്ചന്റെ ജ്യേഷ്ഠന്റെ കൊച്ചുമോനാണ് എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ പാസ്റ്ററായിട്ട് റായ്പൂരിലെ പ്രദേശത്ത് കർത്തൃവേലയുടെ മുഖത്തായിരിക്കുന്നു. 12,500 വിശ്വാസികൾ ചർച്ചിലുണ്ട്. കൊച്ചുമോള് കൊച്ചനിയത്തി കുവൈറ്റിന്റെ പ്രദേശത്തായിരിക്കുന്നു. അവളും കർത്താവ് കൊടുത്ത ദർശനത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്നു. ജോലിയുടെ ബന്ധത്തിലാണ് അവൾ ആയിരിക്കുന്നത്. സ്തോത്രം. സുവിശേഷ വേലയിലേക്ക് അവൾ ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല. എന്നാൽ ചെറുപ്രായത്തിൽ അവളും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകയായിരുന്നു. ഞാനും എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് സ്തോത്രം കർത്തൃവേലയുടെ മുഖത്ത് എവിടെയായിരിക്കുന്നു. ദൈവം കൃപ ചെയ്ത് ദൈവം തന്ന വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ വേഗത്തിൽ ഓടുന്നതിന്റെ കാരണം എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം എല്ലാം എനിക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ പോകുന്നത്. പ്രൈസ് നിങ്ങൾ ക്ഷമിക്കുക. സ്തോത്രം. ഈ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് കർത്താവ് കൊണ്ടാക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല കർത്താവ് ഇവിടെ എന്താണ് ഈ അന്യഭാഷക്കാരുടെ നടുവിൽ, ഈ അന്യദേശത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന്. എന്നാൽ കർത്താവ് ഇവിടെ കൊണ്ടാക്കി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി കർത്തൃവേലയ്ക്ക് ചെറിയ രീതിയിൽ ചുമൽ കൊടുക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഇവിടുത്തെ AGയുടെ നോർത്ത് സെക്ഷന്റെ ഒക്കെയും ചുമതലയിലേക്ക് കർത്താവ് എന്നെ കരം പിടിച്ച് കയറ്റുവാനിടയായി തീർന്നു. ശേഷം സ്തോത്രം ചെറിയ രീതിയിൽ ഈ ദൈവിക ശുശ്രൂഷകളുമായിട്ടൊക്കെ മുൻപോട്ട് പോകുവാൻ കർത്താവ് വഴികൾ ഒരുക്കി. എന്നാൽ 2019 ഒക്കെ ആയപ്പോഴേക്കും ചെറിയ ഒരു പിൻപോട്ട് ഉള്ള ഒരു നോട്ടം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. യോനായെ പോലെ സ്തോത്രം. കടന്നു വന്ന നിമിത്തം നല്ല രീതിയിൽ ഒരു അടി കൊള്ളുവാൻ ഇടയായി തീർന്നു. ആ അടി കൊണ്ടതുകൊണ്ട് വീണ്ടും ഞാൻ പഴയ ശുശ്രൂഷയിലേക്ക് സ്തോത്രം പഴയകാല അനുഭവത്തെക്കാൾ ഉപരിയായി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് കർത്താവിനെ നടത്തുവാനും കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തമാണ് ഇന്ന് ഞാൻ ഇവിടെ നടത്തുന്ന ആൽഫ പ്രയർ ലൈൻ എന്ന് പറയുന്ന ആ പ്രയർ ഗ്രൂപ്പ്. അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിന്റെ നേതൃത്വ ചുമതലയിലേക്ക് കർത്താവ് കൊണ്ട് എന്നെ എത്തിപ്പാൻ ഇടയായിരുന്നു. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. സ്തോത്രം. വീണു എന്ന് വിധി എഴുതുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, അപമാനിക്കുന്നവരുണ്ട്, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ അതിനൊന്നും
ഒന്നും നമ്മെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ദൈവം കണ്ടത് എന്തിനു വേണ്ടിയാണോ ആ കണ്ടതിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തില് ഈ ആൽഫ പ്രയർ ആൻഡ് പ്രയർ ഗ്രൂപ്പ് എന്ന ഈ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞ 4 വർഷം പൂർത്തിയാകുന്നു. സ്തോത്രം. കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ വർഷവും ഈ മെയ് മാസം സ്തോത്രം 5, 6, 7 തീയതികളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഡീസ് ക്യാമ്പ് ബാംഗ്ലൂരിൽ വെച്ച് നടത്തുവാൻ കർത്താവ് സ്തോത്രം കർത്താവിൽ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന സ്തോത്രം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ എന്തോ ആ ശുശ്രൂഷ തികപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങളിൽ നിന്നും എനിക്ക് ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും സമയം സ്തോത്രം ഈ ശുശ്രൂഷയുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചുവല്ലോ. ഈ സാക്ഷ്യം പറയുവാൻ കർത്താവ് അവസരം തന്നല്ലോ. അതിന് മുഖാന്തരമായ പ്രിയ ബീന തോമസ് ആന്റിയുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിനുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് ഇതിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമാക്കി വിടുതലാക്കി ഈ ഗ്രൂപ്പിനെ ദൈവം നിലനിർത്തുമാറാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധന നിത്യനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം. അല്പമായി കർത്താവേ എന്റെ ജീവിത അനുഭവങ്ങൾ ഈ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരണമേ. പിശാചിന്റെ യാതൊരു തന്ത്രങ്ങളോ അവകാശവാദങ്ങളോ എതിർ പ്രാർത്ഥനകളോ യാതൊരു വിധത്തിലുള്ള അനുഭവങ്ങളും ഇതിന്മേൽ വെളിപ്പെടാതെ ദൈവകൃപയെ ഞങ്ങളെ ഒരുമിച്ച് പൊതിയുമാറാകണം. പ്രത്യാൽ കർത്താവ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിബീനെ ആന്റി അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തന്റെ ദാസിയിലൂടെയും അങ്ങ് ചെയ്തെടുപ്പിക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കുഴച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ ശത്രു വാതുകെട്ടുന്ന അനുഭവങ്ങളുണ്ടല്ലോ. അതിനൊന്നും ഏൽപ്പിച്ചു കൊടുക്കാതെ നിലനിർത്തുമാറാകണം. നിന്റെ ആത്മാവിൽ നടത്തുമാറാകണം, ശക്തീകരിക്കണം. കുടുംബമായി കർത്താവെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമാറാകണമേ. എന്റെ കർത്താവ് ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ചെയ്തെടുപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കുമായി സ്തോത്രം. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് അതെല്ലാം കാരണമായി തീരണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ആന്റി. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കുറവിനാലാണ് സ്തോത്രം സ്തോത്രം. താങ്ക് യു. തിരക്കിന്റെ നടുവിലും നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന് സാക്ഷിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ വേലകളെയും കർത്താവ് മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.